നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് കേരള PSCയുടെ ഏറ്റവും പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, ഇത് നമ്മുടെ PSC ബുള്ളറ്റിനിൽ തന്നെ വരുന്ന ചോദ്യങ്ങളാണ്. നമുക്കറിയാം PSC ബുള്ളറ്റിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്കൊരിക്കലും മാറ്റി നിർത്താനായിട്ട് കഴിയത്തില്ല. കാരണം ആ ചോദ്യങ്ങളുടെയൊക്കെ ഒരു മോഡിഫൈഡ് വെർഷൻ അല്ലെങ്കിൽ അതേ ചോദ്യങ്ങൾ തന്നെ നമ്മുടെ കേരള PSCകളിൽ പലതവണ ആവർത്തിച്ച ചരിത്രമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ചോദ്യങ്ങളും അതിന്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രത്യേക ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഭാഷ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നാണ് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് പ്രത്യേക ഭാഷ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ തെറ്റായ പ്രസ്താവനകൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സ്ക്രാച്ച്, ജാവ, പൈത്തൺ എന്നിവ കമ്പ്യൂട്ടർ ഭാഷകളാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷയെ സ്ക്രാച്ച് ഉപയോഗിച്ച് ഗെയിമുകൾ, അതുപോലെ തന്നെ അനിമേഷൻ എന്നിവ തയ്യാറാക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രാച്ചിൽ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള കോഡുകൾ ടൈപ്പ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. 2001 ജിമ്മി വെയിൽസിന്റെയും ലാറി സാങ്കറുടെയും നേതൃത്വത്തിൽ പൂർണ്ണമായി സൗജന്യമായി ആരംഭിച്ച ഒരു ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമാണ് വിക്കിപീഡിയ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി, അല്ലെങ്കിൽ ഏതാണ് ശരി എന്നുള്ള കാര്യം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. ഓക്കെ, അപ്പോ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. പലർക്കും ഇത് പുതിയൊരു ചോദ്യം തന്നെ ആയിരിക്കാം. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ശരിയാണ് കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണെന്ന് പറയുമ്പോൾ സ്ക്രാച്ച്, ജാവ, പൈത്തൺ എന്നിവ കമ്പ്യൂട്ടർ ഭാഷകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷയെ സ്ക്രാച്ച് ഉപയോഗിച്ച് ഗെയിമുകൾ, അപ്പോൾ സ്ക്രാച്ച് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗെയിമുകൾ, അനിമേഷൻസ് എന്നിവ തയ്യാറാക്കാം. ഇത് നമ്മുടെ IT മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. +2 ലെവൽ, ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ സ്ക്രാച്ചിൽ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള കോഡുകൾ ടൈപ്പ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ശരി ഉത്തരം തന്നെയാണ്. അതുപോലെ തന്നെ 2001 ജിമ്മി വെയിൽസും, ആരൊക്കെയാണ്? ജിമ്മി വെയിൽസും അതുപോലെ തന്നെ ലാറി സാങ്കറുടെയും നേതൃത്വത്തിൽ പൂർണ്ണമായും സൗജന്യമായി ആരംഭിച്ച ഒരു ഓൺലൈൻ സർവ്വവിജ്ഞാന കോശത്തിന്റെ പേരാണെന്ത്? വിക്കിപീഡിയ. അപ്പോൾ വിക്കിപീഡിയ ആരംഭിക്കുന്ന ആരൊക്കെ തമ്മിലാണ്? ജിമ്മി വെയിൽസിന്റെയും അതുപോലെ തന്നെ ലാറി സാങ്കറുടെയും നേതൃത്വത്തിലാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളും എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. സോ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാമേ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ചുവടെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ എന്താണ് പ്രസ്താവന? എന്താണ്? ശാസ്ത്രീയമായി ഉയരം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണമാണ് എന്ത്? സ്റ്റേഡിയോമീറ്റർ എന്ന് പറയുന്നുണ്ട്. സ്റ്റേഡിയോമീറ്റർ. അതുപോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BIM കണക്കാക്കുന്നത് എങ്ങനെയാണ്? BIM = ഭാരം ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഉയരം ഇൻ മീറ്റർ എന്നുകൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറിയപ്പെടുന്ന ആദ്യത്തെ പ്രഥമ ശുശ്രൂഷക കിറ്റ് 1888 തയ്യാറാക്കിയത് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയാണെന്ന് പറയുന്നുണ്ട്. 18 തൂവാലകൾ കൊണ്ടാണ് ഷട്ടിൽ കോക്കുകൾ, തൂവലുകൾ കൊണ്ടാണ് ഷട്ടിൽ കോക്കുകൾ നിർമ്മിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി, അല്ലെങ്കിൽ ഏതാണ് ശരി എന്നുള്ള കാര്യം കണ്ടെത്താനായിട്ട് കഴിഞ്ഞോ? ഇതിൽ ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്. ഈ 4ാമത്തെ പോയിന്റ് ഒഴിച്ചാല് ബാക്കി പറയുന്ന 3 പോയിന്റുകളും എന്ത് തന്നെയാണ്? ശരി ഉത്തരമാണ്. അപ്പോൾ ശാസ്ത്രീയമായ ഉയരം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണത്തിന്റെ പേരെന്താണ്? സ്റ്റേഡിയോമീറ്റർ എന്നാണ്. സ്റ്റേഡിയോമീറ്റർ. അതുപോലെ തന്നെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BIM കണക്കാക്കുന്നത് എങ്ങനെയാണ്? BIM = ഭാരം, വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഉയരം ടു മീറ്റർ അല്ലെ. അപ്പൊ ഇതാണ് അതിന്റെ ശരി ഉത്തരം. അതുപോലെ തന്നെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്: അറിയപ്പെടുന്ന ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ കിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് 1888 തയ്യാറാക്കിയത് ആരാണ്? ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായ ഉത്തരങ്ങൾ തരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നമ്മുടെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് കിടക്കാം. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ആരാണ്? അപ്പൊ ഇദ്ദേഹത്തിന്റെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ആരാണ് ഈ പറയുന്ന പത്രം ആരംഭിച്ചത്? 4 സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ ബയോ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബയോ ജില്ല ഏതാണ്? ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാസർഗോഡാണ് ബയോ ജില്ല. ബയോ ഡിസ്ട്രിക്ട് ഏതാണ്? കാസർഗോഡാണ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം:
ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. അപ്പൊ 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രസ്താവനകളുമായി ബന്ധപ്പെടുത്തിയിട്ട് വ്യക്തികളെ തിരിച്ചറിയാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന, കുട്ടിക്കാലത്ത് തന്നെ ഇദ്ദേഹം ധാരാളം ചിത്രങ്ങൾ വരച്ച് ലോകത്തെ അതിശയിപ്പിച്ച ഒരു ചിത്രകാരനാണെന്ന് പറയുന്നുണ്ട്. 7 വയസ്സ് വരെ മാത്രം ജീവിച്ച ഇദ്ദേഹം 25,000-ഓളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 1983 ഏപ്രിൽ കോഴിക്കോട് വച്ച് താൻ കണ്ട തിരമാലയുടെ ചിത്രമാണ് അദ്ദേഹം അവസാനമായി വരച്ച ചിത്രം. എഴുത്തുകാരനായിട്ടുള്ള സെബാസ്റ്റ്യൻ പള്ളിത്തോട് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആരാണ് ഈ വ്യക്തി എന്നറിയാമോ? 7 വയസ്സ് വരെ മാത്രം ജീവിച്ച ഇദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്താണ്? എഡ്മണ്ട് തോമസ് ക്ലിന്റ് എന്നാണ്. എഡ്മണ്ട് തോമസ് ക്ലിന്റ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ആരാണ് വ്യക്തി എന്നുള്ള കണ്ടെത്താനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്കിനി എന്ത് ചെയ്യാം? കേരള PSCയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അല്ലെ. നമ്മുടെ അശ്വമേധം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ GS പ്രദീപിന്റെ കണക്ക് നമുക്കിനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വയനാടിലെ അടിയാർ എന്ന ആദിവാസി സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട നൃത്തരൂപം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഒന്ന് പറയാനായി ശ്രമിച്ചു നോക്കിയേ. വയനാടിലെ അടിയാർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിന്റെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട നൃത്തരൂപത്തിന്റെ പേര് എന്താണെന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. കമ്പാര നൃത്തം എന്നാണ്. എന്താണ്? കമ്പാര നൃത്തം. അപ്പൊ വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിന്റെ ഇടയിൽ, അടിയാർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിന്റെ ഇടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു തരത്തിലുള്ള നൃത്തരൂപത്തിന്റെ പേരാണ് കമ്പാര നൃത്തം. അടുത്ത് നമുക്ക് നമ്മുടെ 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസി ആയിട്ടുള്ള സെബിയുടെ മേധാവിയായി പുതിയതായി നിയമിതനായ വ്യക്തിയുടെ പേര് എന്താണ്? അറിയാമോ? സെബിയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായ വ്യക്തിയുടെ പേരാണ് തുഹിൽ കാന്ത പാണ്ഡെ. എന്താണ്? തുഹിൽ കാന്ത പാണ്ഡെ. അപ്പൊ ഓഹരി നിയന്ത്രണ ഏജൻസി ആയിട്ടുള്ള സെബിയുടെ മേധാവിയായി പുതുതായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് തുഹിൽ കാന്ത പാണ്ഡെ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫോഴ്സിന്റെ ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഒരിക്കൽ കൂടിയുണ്ട്. അപ്പൊ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഫോഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീച്ചിന്റെ ഒക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും അതിന്റെയൊക്കെ നോട്ട്സും മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 999 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. 9911696272. ഈ നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേയിൽ എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിൽ തന്നെ വാട്സപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന പോലീസിന്റെ ബാച്ച് മാത്രം മതി, അവൈലബിൾ ആണ്. ഫയർഫോഴ്സ് മാത്രം മതി, എക്സൈസ് മാത്രം മതി, ബീറ്റ് ഫോറസ്റ്റ് മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്, ഡ്രൈവർ ബാച്ചുകൾ അവൈലബിൾ ആണ്. ഏത് ഫോഴ്സ് ബാച്ചാണ് വേണ്ടത് എന്നുള്ള കാര്യം ഈ പറയുന്ന താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. കോൾ ചെയ്യേണ്ട, കോൾ എനേബിൾഡ് നമ്പറല്ല, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ 7ാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 8ാമത്തെ ചോദ്യം ഇതാണ്. ആധുനിക മലയാള നാടകവേദിക്ക് വഴിതെളിച്ച സാഹിത്യകാരനായിട്ടുള്ള ജി ശങ്കരപ്പിള്ളയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ആധുനിക മലയാള നാടകവേദിക്ക് വഴിതെളിച്ച സാഹിത്യകാരൻ ആര്? ജി ശങ്കരപ്പിള്ളയാണ്. അപ്പൊ ഈ ശങ്കരപ്പിള്ളയുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. നാടക കളരി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയുന്നുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിക്കുകയും അതിന്റെ സ്ഥാപക ഡയറക്ടറും സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനുമായിരുന്നു എന്ന് പറയുന്നു. നാടകകൃത്ത്, സംവിധായകൻ, സാഹിത്യ നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. അഗ്നി എന്ന കൃതിക്ക് 1981 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2022 കേരള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഏതൊക്കെയാണ് ജി ശങ്കരപ്പിള്ളയുമായി ബന്ധപ്പെടുത്തിയിട്ട് തെറ്റല്ലാത്ത, ദാറ്റ് മീൻസ് എന്താണ്, ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. അപ്പോ ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കേട്ടോ. എന്ന് പറയുമ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ്. അപ്പോ ജി ശങ്കരപ്പിള്ളയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. നാടക കളരി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? നാടക കളരി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ജി ശങ്കരപ്പിള്ളയാണ്. സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നതിന്റെ സ്ഥാപക ഡയറക്ടറും ഫൗണ്ടർ ഡയറക്ടറും
സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനുമായിരുന്നു ആര്? ജി ശങ്കരപിള്ള. കൂടാതെ നാടകകൃത്ത്, സംവിധായകൻ, സാഹിത്യ നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു നമ്മുടെ ജി ശങ്കരപിള്ള. ഓക്കെ, അപ്പോൾ നാടക കളരി, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. നാടക കളരി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? ജി ശങ്കരപിള്ള. ഓക്കെ, അടുത്ത ചോദ്യം, ഭാവൈ നൃത്തം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ പ്രചാരത്തിലുള്ള നൃത്തരൂപമാണ്? അപ്പൊ ഇങ്ങനത്തെ ഈ പറയുന്ന കലാരൂപങ്ങൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഭാവൈ നൃത്തം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? രാജസ്ഥാനാണ് കേട്ടോ, രാജസ്ഥാൻ. ഓക്കെ, ഇപ്പൊ രാജസ്ഥാന്റെ എന്താണ് സംസ്ഥാനത്തിൽ പ്രചാരത്തിലുള്ള ഒരു നൃത്തരൂപമാണ് എന്ത്? ഭാവൈ നൃത്തം. ഭാവൈ നൃത്തം. ഓക്കെ, ഭാവൈ നൃത്തം. അടുത്ത ചോദ്യം, ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പലതരത്തിലുള്ള ഗതാഗത മാർഗങ്ങൾ നാം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വെച്ചാല് ചരക്കുകളെയും മനുഷ്യന്മാരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്കുണ്ട്. അപ്പൊ ഈ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെയെന്നാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ. ഇന്ത്യയിലെ പ്രധാന വ്യവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയായ സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളുടെയും അതുപോലെ തന്നെ 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ എന്ന് ആലോചിച്ചു നോക്കുക. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയെയും അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിയാച്ചിൻ അല്ലെങ്കിൽ നമ്മുടെ സൽച്ചാറിനെ പോർബന്ദറുമായും ബന്ധിപ്പിക്കുന്നതാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും അതുപോലെ തന്നെ നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത് സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ അതുപോലെ തന്നെ ഡാർലിംഗ്ടൺ എന്നീ 2 നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടു എന്നാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ മുതൽ തിരൂര് വരെയാണെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി എന്നറിയാമോ? ഏതൊക്കെയാണ് ശരി? കിട്ടിയോ? ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് കേട്ടോ. ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എല്ലാം ശരി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഒന്ന് നമുക്ക് ഇനി ആ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സുവർണ ചതുഷ്കോണം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി വരുന്നുണ്ട്, കൊൽക്കത്ത വരുന്നുണ്ട്, മുംബൈ വരുന്നുണ്ട്, ചെന്നൈ അല്ലെ. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെയും 12 സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് നമ്മുടെ സുവർണ ചതുഷ്കോണം അല്ലെ. ശരിയാണ്. അടുത്ത് പറയുന്നത് നമ്മുടെ വടക്ക് തെക്ക് ഇടനാഴിയെ ശ്രീനഗറിന്റെ അല്ലെങ്കിൽ വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത് ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നതാണ്. ശരിയാണ്. കിഴക്ക് പടിഞ്ഞാറൻ ഇടനാഴി എന്ന് പറയുന്നത് സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നതാണ്. അതും ശരിയാണ്. അത് കൃത്യമായി പഠിച്ചു വെച്ചോണേ. വടക്ക് തെക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നോർത്ത് സൗത്ത്. വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത് എവിടം മുതൽ എവിടം വരെ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നതാണ് വടക്ക് തെക്ക് ഇടനാഴി. എന്നാൽ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയാണെങ്കിലോ അതിനെ സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത്. അതും ശരി തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടണും ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടത്. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത വരുന്ന എവിടം മുതൽ എവിടം വരെയാണ്? തിരൂര് മുതൽ ബേപ്പൂര് വരെയാണ്. അതും ശരി ഉത്തരം തന്നെയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്താണ് അതിനകത്ത്? ശരി ഉത്തരം തന്നെയാണ്. എല്ലാം ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ പാർവതി പുത്തനാർ കനാലുമായി ബന്ധപ്പെട്ടത് ഏതാണ്? പാർവതി പുത്തനാർ കനാലുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ്. അപ്പൊ ഒന്ന് നോക്കിയേ. ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ പാർവതി പുത്തനാര് ഏതാണ് വരുന്നത്? എവിടെ മുതൽ ഏതാണ്? നമുക്കറിയാം ഇതില് വേളി കഠിനംകുളം കായലാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലെ. അപ്പൊ ചൂടെ പറയുന്നവയില് പാർവതി പുത്തനാർ കനാലുമായി ബന്ധപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ വേളി കഠിനംകുളമാണ് പാർവതി പുത്തനാരുമായി ബന്ധമുള്ളത്. ഓക്കെ, അപ്പൊ 11 ചോദ്യങ്ങളാണ് ഒരു ലക്കത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്തൊരു സെറ്റ് ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സെറ്റ് എന്ന ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 1851 ഗവർണർ ജനറൽ ആയിട്ടുള്ള ഡെൽഹൌസി എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺ ഡേ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രദേശം ഏതാണെന്നാണ് ചോദ്യം. അറിയാമോ? 1851 ഗവർണർ ജനറൽ ആയിട്ടുള്ള ഡെൽഹൌസിയാണ് പറഞ്ഞത് എന്താണ്? ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ഒരു ചെറിപ്പഴമായിരിക്കും ഈ പ്രദേശം എന്ന് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഈ പ്രദേശത്തെ പറഞ്ഞു. ഏതാണ് ആ പ്രദേശം? ഔദാണ് അല്ലെ. ഔദാണ് നമുക്കറിയാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മഹാരാഷ്ട്ര പീഠഭൂമി പ്രദേശത്തെ ഡെക്കാൻ ട്രാപ്പ് മേഖല രൂപപ്പെട്ടത്
ഏത് തരം അഗ്നിപർവ്വത പ്രവർത്തനത്തിലൂടെയാണെന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിലുള്ള നമ്മുടെ മഹാരാഷ്ട്ര പീഠഭൂമി പ്രദേശത്തുള്ള ഡെക്കാൻ ട്രാപ്പ് മേഖല രൂപപ്പെട്ടത് ഏത് തരം അഗ്നിപർവ്വത പ്രദേശം അല്ലെങ്കിൽ ഏത് തരം അഗ്നിപർവ്വത പ്രക്രിയയിലൂടെയാണ് എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏതാണ്? അതാണ് ഫ്ലഡ് ബസാൾട്ട് എന്ന് പറയും കേട്ടോ. എന്താണ്? ഫ്ലഡ് ബസാൾട്ട് ആണ് കേട്ടോ. അപ്പൊ ഫ്ലഡ് ബസാൾട്ട് എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വത പ്രവർത്തനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഡെക്കാൻ ട്രാപ്പ് രൂപപ്പെട്ടത്. കാണാതെ തന്നെ പഠിച്ചു വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് മേഖല രൂപപ്പെട്ടത് ഫ്ലഡ് ബസാൾട്ട് എന്ന് പറയുന്ന ഒരു തരം അഗ്നിപർവ്വത പ്രവർത്തനത്തിലൂടെയാണ്. ഓക്കെ, ഫ്ലഡ് ബസാൾട്ട്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 371A പ്രകാരം വടക്കു കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള നാഗാലാൻഡിന് പ്രത്യേക പദവി ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ ഭരണഘടന ഇതുവരെ 27 പ്രാവശ്യം മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 1946 ഒരു പുതിയ ഭരണഘടനയോടുകൂടി 5ാം ഫ്രഞ്ച് റിപ്പബ്ലിക് നിലവിൽ വന്നു എന്ന് പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 257 പ്രകാരം ഓരോ സംസ്ഥാനത്തിന്റെയും കാര്യനിർവഹണ അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യനിർവഹണ അധികാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലോ അതിലേക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുൻവിധിയോടെ സമീപിക്കുന്ന രീതിയിലോ ആകരുത് എന്നുകൂടി പ്രസ്താവിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഇതില് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 1, 2, 4. ദാറ്റ് മീൻസ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 371A എന്താണ് പറയുന്നത്? വടക്ക് കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള നാഗാലാൻഡിന് പ്രത്യേക പദവി കൊടുക്കുന്ന എന്താണ് ഭരണഘടന ആർട്ടിക്കിൾ ആണ് 371A എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ പ്രകാരമായിട്ട് നമ്മുടെ നാഗാലാൻഡിന് എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക പദവി കൊടുക്കുന്നതാണ് 371A. അടുത്ത് പറയുന്നത് എന്താണ്? അമേരിക്കൻ ഭരണഘടന 27 തവണ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ശരി ഉത്തരം തന്നെയാണ്. അടുത്ത് വരുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 257 എന്താണ് പറയുന്നത്? ഓരോ സംസ്ഥാനത്തിന്റെയും കാര്യനിർവഹണ അധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യനിർവഹണ അധികാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലോ അതിനെക്കുറിച്ച് മുൻവിധിയോടുകൂടി സമീപിക്കുന്ന രീതിയിലോ ആകരുത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 257 ഒന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഇതിനകത്ത് പറയുന്നത് അല്ലെ. 371A-യും 257A-യും. 371A-യിൽ പറയുന്നത് നാഗാലാൻഡിന് പ്രത്യേക പദവി, 257A പറയുന്നത് എന്താണ്? ഓരോ സംസ്ഥാനത്തിന്റെയും കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യനിർവഹണ അധികാരങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പാടില്ല? കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങളെ ലംഘിക്കുന്ന രീതിയിലോ അതിനെക്കുറിച്ച് മുൻവിധിയോടുകൂടിയോ ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റി ഓൺ ലിബർട്ടി എന്ന കൃതി രചിച്ചത് ആരാണ്? സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ഓൺ ലിബർട്ടി എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ജോൺ സ്റ്റുവർട്ട് മില്ലാണ് അല്ലെ, അല്ലെങ്കിൽ ജോൺ മിൽ എന്ന് പറയുന്ന നമ്മുടെ ജോൺ സ്റ്റുവർട്ട് മിൽ, JS മില്ലാണ് എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഓൺ ലിബർട്ടി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഓൺ ലിബർട്ടി. ഈ കൃതി എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ സ്റ്റുവർട്ട് മില്ലാണ്. അടുത്ത ചോദ്യം നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം കേട്ടോ. തെറ്റല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. റെക്റ്റിനോൾ, ടോക്കോഫറോൾ എന്നീ ജീവകങ്ങൾ കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് എന്ത്? ഫ്രൈനോഡെർമ എന്ന് പറയുന്നുണ്ട്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് എന്ത്? അതാണ് ഗ്ലോസിസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗ്ലോസിസ്റ്റസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചർമ്മം, കുടൽ, നാഡീവ്യൂഹം എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിന് നിക്കോട്ടിക് ആസിഡ് അത്യാവശ്യമാണെന്ന് കൂടി പറയുന്നത്. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി? കിട്ടിയോ? ഇതില് ഓപ്ഷൻ എ ആണ് ശരി കേട്ടോ. 1, 2, 4 ആണ്. 1, 2, 4 ശരിയാണ്. ഇത് തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്ഷൻ എ ആണ് ഇതിൽ ശരി ഉത്തരം വരുന്നത്. നമുക്ക് നോക്കാം ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടി വായിക്കാം. റെക്റ്റിനോൾ, ടോക്കോഫിറോൾ എന്നീ ജീവകങ്ങൾ എന്തിൽ ലയിക്കുന്നതാണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ഫാറ്റ് സോല്യൂബിൾ ആണ്. നമുക്കറിയാം ADEK അല്ലെ, ADEK ഇത്രയും എന്താണ്? ഫാറ്റ് സോല്യൂബിൾ ആണ് അല്ലെ. അടുത്ത് പറയുന്നത് ജീവകം എയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? ഫ്രൈനോഡെർമ. എന്താണ്? ഫ്രൈനോഡെർമ എന്തിന്റെ അപര്യാപ്തത കാരണമാണ്? വൈറ്റമിൻ എയുടെ അപര്യാപ്തത കാരണമാണ് എന്ത് വരുന്നത്? ഫ്രൈനോഡെർമ വരുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? ചർമ്മം, കുടൽ, നാഡീവ്യൂഹം എന്നിവയുടെ സാധാരണ പ്രവർത്തനത്തിന് നിക്കോട്ടിക് ആസിഡ് അത്യാവശ്യമാണ്. നിക്കോട്ടിക് ആസിഡ് എന്ന് കണ്ടിട്ട് നമ്മൾ നിക്കോട്ടിൻ ആണെന്നൊന്നും വിചാരിച്ചു കളയണ്ട.
നിക്കോട്ടിക് ആസിഡ് നമ്മുടെ ചർമ്മത്തിന്റെയും കുടലിന്റെയും നാഡീവ്യൂഹത്തിന്റെയൊക്കെ സാധാരണ പ്രവർത്തനത്തിന് ആവശ്യമായ ആസിഡാണ് നിക്കോട്ടിക് ആസിഡ് കേട്ടോ, നിക്കോട്ടിക് ആസിഡ്. ഓക്കെ, അപ്പൊ റെറ്റിനോൾ, ടോക്കോഫെറോൾ കൊഴുപ്പിലേക്കുന്നവയാണ്. ജീവകം എയുടെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? ഫ്രൈനോഡെർമ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. നമ്മുടെ 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ചുവടെ പറയുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവി, വി ടി ഭട്ടതിരിപ്പാട്, ചട്ടമ്പി സ്വാമി, മാർ കുര്യാക്കോസ് ചാവറ. അപ്പൊ നമുക്കൊന്ന് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റേറ്റ്മെന്റ് ഒന്ന് അറിയാന്നുള്ളത് മാർക്ക് ചെയ്താൽ പോലും ശരി ഉത്തരം കിട്ടുന്നതാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിതിൽ അറിയാം വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാണ്? നമുക്കറിയാം അത് സ്വദേശാഭിമാനിയാണ് അല്ലെ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ തന്നെ നമുക്ക് കിട്ടുന്ന ഒന്ന് ഏതാണ്? ഒന്ന് ഡി ആണ് അല്ലെ. അപ്പൊ ഒന്ന് ഡി വരുന്ന 2 ഉത്തരങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ, എയും ബിയും. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ സിയും ക്യാൻസൽ ചെയ്യാം, അതുപോലെ തന്നെ ഡിയും ക്യാൻസൽ ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് അറിയാവുന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയാൽ പോലും നമുക്ക് എന്ത് കിട്ടും? ഇതിനകത്ത് നിന്ന് ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ഉത്തരം വരുന്ന ഏതാണ്? പിന്നെ വരുന്നത് നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടിന്റെ ഏതാണ്? കണ്ണീരും കിനാവും അല്ലെ. കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട്. ചട്ടമ്പി സ്വാമിയുടെ ഏതാണ്? ചട്ടമ്പി സ്വാമി അത് ആദിഭാഷയാണ് അല്ലെ. ആദിഭാഷ വരുന്നത് ചട്ടമ്പി സ്വാമിയാണ്. പിന്നെ വരുന്നത് മാർ കുര്യാക്കോസ് ചാവറ അല്ലെങ്കിൽ നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വരുന്നത് എന്താണ്? നാലാംഗമങ്ങൾ അല്ലെ. നാലാംഗമങ്ങൾ മാർ കുര്യാക്കോസ് ചാവറ. അപ്പോൾ ഇത്രയാണ് അതിന്റെ ഉത്തരങ്ങൾ വരുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേത് എന്താണ്? സ്വദേശാഭിമാനിയാണ് അല്ലെ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. വി ടി ഭട്ടതിരിപ്പാടിന്റെ എന്താണ്? കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട്. ചട്ടമ്പി സ്വാമി ആദിഭാഷ, മാർ കുര്യാക്കോസ് ചാവറ എന്താണ്? നാലാംഗമങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്. എന്താണ്? ഇതാണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു നമ്മുടെ 7ാമത്തെ ചോദ്യം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതെന്നാണ് ചോദ്യം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 15 ആണ് അല്ലെ. 15 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ അത് 15ാം ഭാഗമാണ്. അടുത്ത ചോദ്യം. പൊതിച്ചോറ് എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? പൊതിച്ചോറ് അറിയാമോ? പൊതിച്ചോറ് എന്ന് പറയുന്ന ചെറുകഥ രചിച്ചത് ആരാണ്? കിട്ടിയോ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കാരൂരാണ്. കാരൂറാണ് എന്ത് ചെയ്യുന്നത്? പൊതിച്ചോർ എന്ന് പറയുന്ന ചെറുകഥ രചിക്കുന്നത് കാരൂരാണ്. കാരൂർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നമ്മൾ നമ്മുടെ 8ാമത്തെ ചോദ്യം കഴിഞ്ഞു. 9ാമത്തെ ചോദ്യം. ചുവടെ പറയുന്നതിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 9ാമത്തെ ചോദ്യം. അപ്പൊ ഇതിനകത്തൊരു 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. 1989 വരെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ കമ്മീഷൻ ആയിരുന്നു. 1 മെമ്പർ കമ്മീഷൻ ആയിരുന്നു. പാർലമെന്റിന്റെ 2 സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി ഒരു പ്രമേയം പാസാക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രവും നീതിപൂർണവുമായല്ല വോട്ടെണ്ണൽ നടന്നത് എന്ന് കമ്മീഷന് ബോധ്യം വന്നാൽ വീണ്ടും വോട്ടെണ്ണൽ പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം കമ്മീഷൻ ഉണ്ടെന്ന് പറയുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അംഗീകാരം നൽകുകയും ചിഹ്നം അനുവദിക്കുകയും ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണെന്ന് കൂടി പറയുന്നുണ്ട്. ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റുകളും എന്ത് തന്നെയാണ്? തെറ്റാണോ? തെറ്റല്ല, ശരിയാണ് കേട്ടോ. 1989 വരെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു 1 മെമ്പേർഡ് കമ്മീഷൻ, ഏകാംഗ കമ്മീഷൻ ആയിരുന്നു. പാർലമെന്റ് എന്ത് ചെയ്യുന്നു? 2 സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി ഒരു പ്രമേയം പാസാക്കിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാവുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ സ്വതന്ത്രവും നീതിപൂർണവും അല്ല വോട്ടെണ്ണൽ നടന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും വോട്ടെണ്ണൽ നടത്താനുള്ള അവകാശവും നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ അവർക്കുള്ള അംഗീകാരം നൽകുകയും ചിഹ്നം അനുവദിക്കുകയും ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്നുള്ള കാര്യം ശരി ഉത്തരം തന്നെയാണ്. അടുത്ത ചോദ്യം, നമ്മുടെ 10ാമത്തെ ചോദ്യം ഇതാണ്. എന്താണ്? ആസിയാനുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ചോദ്യം. ആസിയാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയെന്നാണ്. അപ്പൊ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ 5 രാഷ്ട്രങ്ങൾ ചേർന്ന് 1967 ആസിയാൻ രൂപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? ശരിയാണ് അല്ലെ. അപ്പോ തെക്ക് കിഴക്കേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള 5 രാഷ്ട്രങ്ങൾ ചേർന്ന് 1967 എന്ത് ചെയ്യുന്നത്? ആസിയാൻ രൂപീകരിക്കുന്നത്. ശരിയാണ്. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അതുവഴി സാമൂഹ്യ പുരോഗതിയും സാംസ്കാരിക വികസനവും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ് ലക്ഷ്യം. ശരിയാണോ? ശരിയാണ്. 1967 ആസിയാന്റെ സ്ഥാപക സമയത്ത് അംഗരാജ്യങ്ങളാണ് കംബോഡിയ, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
10 നെൽച്ചെടികളുടെ തണ്ടുകൾ കൂട്ടിക്കെട്ടിയ ചിഹ്നമാണ് ആസിയാന്റേത്. അത് ശരി ഉത്തരമാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിൽ ശരി ഉത്തരം വരുന്നത്. 1, 2, 4 ആണ്. ഓക്കെ, അപ്പൊ 1, 2, 4 വരുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ശരി ഉത്തരം? തെക്ക് കിഴക്കൻ ഏഷ്യൻ അല്ലെ, തെക്ക് കിഴക്കേഷ്യൻ ആയിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള 5 രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ട് ആസിയാൻ രൂപീകരിക്കുന്ന വർഷം 1967. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അതുവഴി സാമൂഹ്യ പുരോഗതിയും സാംസ്കാരിക വികസനവും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ് ലക്ഷ്യം. 10 നെൽച്ചെടികളുടെ തണ്ടുകൾ കൂട്ടിക്കെട്ടിയ ചിഹ്നമാണ് ആസിയാന്റേത്. അതും ശരി ഉത്തരം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അവസാനം നമ്മുടെ 11ാമത്തെ ചോദ്യം, ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. പലതവണ കേട്ട ചോദ്യമാണ്, നമുക്കറിയാം വിസരണമാണ് അല്ലെ. അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ആകാശം നീല നിറത്തിൽ കാരണമാകാൻ കാരണമായ നമ്മുടെ പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് എന്ത്? വിസരണം. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം, കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സെൽ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് തെറ്റല്ലാത്ത പ്രസ്താവന എന്നുള്ളത് നോക്കാം. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം എന്ന് പറയും. ശരിയാണോ? ശരിയാണ് കേട്ടോ. അപ്പൊ കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ്? കോശ ശ്വസനം എന്നാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? 2ാമത്തേത്, കോശ ശ്വസനത്തിന്റെ ആദ്യഘട്ടം ഗ്ലൈക്കോസിസ് എന്നറിയപ്പെടുന്നു. ഓക്സിജൻ ആവശ്യമുള്ള ഒരു ഘട്ടമാണ് എന്ന് പറയുന്നു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കോശ ശ്വസനത്തിന്റെ 2ാം ഘട്ടം നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണെന്ന് പറയുന്നു. ശരിയാണ് കേട്ടോ. കോശ ശ്വസനത്തിന്റെ 2ാം ഘട്ടം നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ശരിയാണ്. കോശ ശ്വസനത്തിലെ 2ാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിന് ജർമ്മൻ ബയോകെമിസ്റ്റ് ആയിട്ടുള്ള ഹാൻസ് അഡോൾഫ് ക്രെബ്സിന് 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. അതൊന്ന് പഠിച്ചോണേ. കോശ ശ്വസനത്തിലെ 2ാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനാണ് എന്ത് ചെയ്യുന്നത്? ജർമ്മൻ ബയോകെമിസ്റ്റ് ആയിട്ടുള്ള ഹാൻസ് അഡോൾഫ് ക്രെബ്സിന് എന്ത് ചെയ്യുന്നു? 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുന്നു. ശരി ഉത്തരം തന്നെയാണ്. 1ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ കോശത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് വിഘടിപ്പിക്കുന്ന ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനത്തിന്റെ 2ാം ഘട്ടം നടക്കുന്ന മൈറ്റോകോൺട്രിയയിലാണ്. അതിന്റെ ഘട്ടങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ജർമ്മൻ ബയോകെമിസ്റ്റ് ആയിട്ടുള്ള ഹാൻസ് അഡോൾഫ് ക്രെബ്സ് ആണ്. 1953 അദ്ദേഹം ഇത് കണ്ടെത്തുന്നു. അതിന് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? നോബൽ സമ്മാനം കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം കൂടി കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഏകദേശം ഒരു 25ഓളം ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് കൂടി തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി എത്തിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പോലീസിന്റെ ബാച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സ്, എക്സൈസ്, നമ്മുടെ ഫോഴ്സ് ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പർ 9961169272 എന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.